എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ലക്ഷറി ഹോം നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല പെരുകാവാണ് നമുക്ക് ഈ വീട് വരുന്നത്. ഒരു വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. ഈ വില്ല കമ്മ്യൂണിറ്റിക്കകത്തുള്ള നമുക്കൊരു 80% വീട് നമുക്ക് സെയിലായിട്ടുണ്ട്. അതിൽ എല്ലാ വീട്ടിലും നമുക്ക് ആൾ താമസം വരുന്നുണ്ട്. എൻ്റെ ബാഗിൽ കാണുന്ന ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ഈ വീട് ചെയ്യുന്ന വാസ്തുപ്രകാരമാണ് നമുക്ക് വടക്ക് ദർശനമാണ് വീട് വരുന്നത്. വസ്തു വന്നിട്ട് നമുക്ക് 3,800 നമുക്ക് സെൻറ്റ് വന്നിട്ട് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 2000 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 4 ബെഡ്റൂമും 4 വലിയ ബെഡ്റൂമാണ് വരുന്നത്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് 2 വലിയ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റും. 2 വലിയ ഇന്നോവ കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ചാണ് വീടിനോട് ചേർന്ന് വരുന്നത്. നമുക്ക് ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ പോകാൻ വേണ്ടി 8 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 13 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമ്മുടെ സിറ്റിയിൽ അടുത്തായിട്ട് വീട് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വീടാണ് ഇത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഗേറ്റ് വന്നിട്ട് നമുക്ക് വലിയൊരു ഗേറ്റാണ് വരുന്നത്. നമുക്കൊരു സ്ലൈഡിംഗ് ഗേറ്റും വരുന്നുണ്ട്. നമ്മുടെ നോർമൽ മടക്ക് ഗേറ്റും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ കാർ പോർച്ച് വന്നിട്ട് നമുക്ക് വീടിനോട് ചേർന്നുള്ള ഇൻബിൽറ്റ് കാർ പോർച്ചാണ് നമുക്ക് വരുന്നത്. നമുക്ക് 2 വലിയ ഇന്നോവ കാർ വരെ ഇടാൻ പറ്റിയ കാർ പോർച്ചാണ് നമുക്ക് വരുന്നത്. നമ്മുടെ മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ആർട്ടിക്കൽ ഗ്രാഫ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മുറ്റത്താണ് നമ്മുടെ കിണർ വന്നിട്ട്. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് ഗാർഡൻ വർക്ക് നമുക്ക് 2 സൈഡിലും നമുക്ക് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ 3 ചുറ്റും നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. നമുക്ക് മുറ്റത്താണ് കിണർ വരുന്നത്. നമുക്ക് കിണറ്റിൽ ഇപ്പോൾ തന്നെ പാതി കൂടുതൽ വെള്ളം വരുന്നുണ്ട്. നമുക്കിവിടെ ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് ഈ വീട്ടിൽ ക്യാമറ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സോളാർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ 3 ഫേസ് ആണ് നമ്മുടെ ലൈൻ കണക്ഷൻ വന്നിട്ട്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട്. സിറ്റ് ഔട്ടിൽ നമുക്ക് ഗ്രാനൈറ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ടിലെ ഡോർ വന്നിട്ട് നമുക്ക് തേക്കാണ്, ഫുൾ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊത്തുവർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡോറാണ് വരുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് ലിവിംഗ് ഏരിയയാണ്. വലിയൊരു ലിവിംഗ് ഏരിയയാണ് വരുന്നത്. ലിവിംഗ് ഏരിയയിൽ വലിയൊരു TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് സെക്ഷൻ സെപ്പറേറ്റ് ആണ് വരുന്നത്. ലിവിംഗ് ഏരിയയിൽ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് നമ്മളെ പ്രൊഫൈൽ ലൈറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ സ്പോട്ട് ലൈറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അകത്തെ കളറൊക്കെ നമ്മൾ നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ 2 ഫാനും വരുന്നുണ്ട്. നമ്മുടെ ലിവിംഗ് ഏരിയയുടെ സ്പേസ് വന്നിട്ട് 15x11 നമ്മുടെ ലിവിംഗ് ഏരിയയുടെ സ്പേസ് വന്നിട്ട്. നമ്മളിവിടെ കണക്ഷൻ വന്നിട്ട് 3 ഫേസ് ആണ് വരുന്നത്. നമ്മുടെ വയറൊക്കെ ഉപയോഗിക്കുന്ന വി ഗാർഡാണ്. നമ്മുടെ സ്വിച്ച് ഒക്കെ ഉപയോഗിക്കുന്നതും വി ഗാർഡാണ്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട് വലിയൊരു TV യൂണിറ്റ്. നമുക്ക് എത്ര ഇഞ്ച് TV ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റ് ആണ് വരുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. വിൻഡോകളിലെല്ലാം തന്നെ നമുക്ക് കർട്ടൻ ചെയ്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിലെ വിൻഡോയിൽ നമുക്ക് ഗ്ലാസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഫുള്ളായിട്ട് നമുക്ക് ഗ്ലാസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് സേഫ്റ്റിക്ക് വേണ്ടി ഇരുമ്പിൻ്റെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ബ്ലാക്ക് മാറ്റാണ് നമ്മളെ പെയിന്റിങ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടിൻ്റെ അകത്തൊക്കെ 2 കോട്ട് പുട്ടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഹൗസ് സൈഡ് നമുക്ക് 2 കോട്ട് പുട്ടിയും കാര്യങ്ങളെല്ലാം തന്നെ ഇട്ടിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് അടുത്ത് വരുന്നത് നമ്മുടെ വാഷ് ബേസ് കൗണ്ടറാണ്. നമ്മുടെ ഡൈനിങ് സെക്ഷനും അതിനോട് ചേർന്ന് തന്നെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ വാഷ് ബേസ് കൗണ്ടർ വന്നിട്ട്. വാഷ് ബേസ് കൗണ്ടറൊക്കെ നല്ല പ്രീമിയം ലുക്കിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസ് കൗണ്ടറിനോട് ചേർന്ന് തന്നെ നമുക്ക് വെട്ടുകല്ല്, ഒരു ചെവിൽ നമുക്ക് വെട്ടുകല്ല് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒറിജിനൽ വെട്ടുകല്ലാണ്. ഇതിൽ നമ്മുടെ മാറ്റ് ക്ലിയർ ആണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമും സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് 3 ബെഡ്റൂം വരുന്നത്. വാഷ് ബേസിനോട് ചേർന്നാണ് നമുക്ക് ഡൈനിങ് സെക്ഷൻ വരുന്നത്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വന്നിട്ട് വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്, വർക്ക് ഏരിയയും വരുന്നുണ്ട്. സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന് സ്റ്റെയറിന്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിന്റെ പോയിന്റ് വരുന്നത്. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വന്നിട്ട്. നമുക്ക് നല്ല പ്രീമിയം ലുക്കിലാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മൾ ഫ്ലോർ ടൈൽ ഉപയോഗിക്കുന്ന വുഡിന്റെ ഡിസൈൻ എന്ന ഫ്ലോർ ടൈലാണ്. ഇത് നമ്മുടെ അപ്പോസിറ്റും ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിൽ നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ഓപ്പൺ കിച്ചണിൽ നമുക്ക് ചിമ്മിനിയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്യാസ് സ്റ്റവും ചെയ്തിട്ടുണ്ട്. ഗ്യാസ് സ്റ്റവും ചിമ്മിനിയും വരുന്നത് നമുക്ക് ഫേബറിന്റെ ചിമ്മിനിയാണ് വരുന്നത്. ഫേബറും അതുപോലെ ഗ്യാസ് സ്റ്റവ് വന്നിട്ട് നമുക്ക് ഫേബറിൻ്റെയാണ് വരുന്നത്. ഓപ്പൺ കിച്ചണിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കബോർഡ് വർക്കിൽ നമുക്ക് 4 സീലിംഗ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വന്നിട്ട്. വർക്ക് ഏരിയയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു വാഷ് ബേസ് വരുന്നുണ്ട്. വർക്ക് ഏരിയയിൽ നിന്ന് അടുത്തൊരു നമുക്ക് ബാക്ക് സൈഡാണ്. നമുക്ക് വീടിൻ്റെ 3 ചുറ്റും നമുക്ക് ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത്. ഇവിടെയാണ് നമുക്ക് നനകല്ലും വരുന്നത്. നമുക്ക് വേസ്റ്റ് എത്തിക്കാനായിരുന്നാലും നമുക്ക് അതിനൊരു സ്പേസ് വരുന്നുണ്ട്. ഇതാണ് നമുക്ക് വേസ്റ്റ് എത്തിക്കാനുള്ള സ്പേസ് വന്നിട്ട്. ബാക്ക് സൈഡിൽ നമുക്ക് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ബാക്ക് സൈഡിൽ പാതി സ്ഥലം നമുക്ക് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്കിവിടെ ചെറിയൊരു സ്റ്റോർ റൂമൊക്കെ ചെയ്യാൻ പറ്റും. ലിവിംഗ് ഏരിയയിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നത്. നമുക്ക് കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. നമ്മുടെ 4 ബെഡ്റൂമിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 4 വാഷ്റൂമിൽ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. നമുക്ക് 4 പാളിയുടെ ഒരു വലിയ കബോർഡ് വർക്കാണ് വരുന്നത്. നമുക്കിതിന് നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. നമ്മുടെ കബോർഡ് വർക്ക് ഉപയോഗിക്കുന്ന എല്ലാം നല്ല പ്രീമിയം ബോർഡിട്ടാണ് കബോർഡ് വർക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്.
ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. നമ്മൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന എല്ലാം നല്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. അടുത്ത വരുന്നത് നമുക്ക് ലിവിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ് വരുന്നത്. സ്റ്റെയറിൽ ഹാൻഡിൽ വർക്കിന് ഉപയോഗിക്കുന്നത് നമുക്ക് ഇരുമ്പാണ്. ഇത് നമ്മുടെ ഇരുമ്പിലാണ് ഹാൻഡിൽ വർക്ക് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ മാറ്റ് ബ്ലാക്ക് ആണ് പെയിന്റിങ്ങിന് ഉപയോഗിക്കുന്നത്. ഇത് വന്നിട്ട് നമ്മൾ തടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് പോളിഷാണ് വരുന്നത്, ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട് സ്റ്റെയർ കയറുന്നിടത്ത്. സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സീലിംഗിൽ നമുക്ക് ഒരു ഫാൻസി ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റും വരുന്നുണ്ട്. സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിന്റെ അടുത്തായിട്ട് നമുക്ക് 3 പർഹോൾ, ഓപ്പൺ പർഹോൾ വരുന്നുണ്ട്. ഇവിടെ 10mm ഗ്ലാസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു 3 പർഹോള വരുന്നുണ്ട്. ഇത് നമുക്ക് ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് സ്പോട്ട് ലൈറ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട് നമുക്ക് വലിയൊരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട് വലിയൊരു TV യൂണിറ്റ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത്. നമ്മുടെ TV യൂണിറ്റിനോട് ചേർന്നാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമ്മുടെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 പാളിയുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ 4 സീലിംഗ് വരുന്നുണ്ട്. നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് വലിയൊരു ഓപ്പൺ വിൻഡോ ആണ് വരുന്നത്. ഇതിൽ നമുക്ക് ഗ്ലാസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ ഇരുമ്പിൻ്റെ ഫ്രെയിമാണ് വരുന്നത്. ഇതിൽ നമുക്ക് മാറ്റ് ബ്ലാക്ക് ആണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വലിയൊരു കർട്ടൻ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് 4 പാളിയുടെ കബോർഡ് വർക്കാണ് വരുന്നത്. ഇതിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോർ വന്നിട്ട് നമുക്ക് നല്ല പ്രീമിയം ഡോറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. വാഷ്റൂമിൽ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്ന് അടുത്തൊരു നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഇതും വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 പാളിയുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ബെഡ്റൂമിൽ നമുക്ക് 4 സീലിംഗ് വരുന്നുണ്ട്. ഇത് നമ്മുടെ സ്പോട്ട് ലൈറ്റാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 പാളിയുടെ കബോർഡ് വർക്കാണ് വരുന്നത്. നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. നമുക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അടുത്ത് വരുന്നത് നമുക്ക് 4ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം വന്നിട്ട് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് 3 പാളിയുടെ കബോർഡ് വർക്കാണ് വരുന്നത്. ഈ ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. കബോർഡിൽ നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. നമ്മൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്ന ബാൽക്കണിയാണ്. ഈ ഡോറും വന്നിട്ട് നമുക്ക് തേക്കാണ് വരുന്നത്. പോളിഷ്, മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബാൽക്കണി വന്നിട്ട് വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. ബാൽക്കണി നമുക്ക് 4 സീലിംഗ് വരുന്നുണ്ട്. ഇതിൽ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് വലിയൊരു ഊഞ്ഞാലും വരുന്നുണ്ട്. നമുക്കിവിടെ ചെറിയ രീതിയിൽ ഗാർഡൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്ലാസ് ഫ്രെയിമാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ഫ്രണ്ടിൽ ഹാൻഡിൽ വർക്കിന് ഉപയോഗിക്കുന്നത് നമുക്ക് ഇരുമ്പാണ്. ഇത് നമ്മുടെ മാറ്റ് ബ്ലാക്ക് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് ഗ്ലാസ് ആണ് വരുന്നത്. വലിയ ഗ്ലാസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ട്. ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല പെരുകാവ് വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. ഈ വീട് നിൽക്കുന്നത് നമുക്ക് 3,800 സെൻറ്റ് വന്നിട്ട് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 2000 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 4 ബെഡ്റൂം വരുന്നുണ്ട്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമുക്കൊരു ഫ്രണ്ടിൽ നമുക്ക് 2 വലിയ ഇന്നോവ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാർ പോർച്ചാണ് വരുന്നത്. ഈ വീട് ചോദിക്കുന്നത് നമുക്ക് വാസ്തുപ്രകാരമാണ് നമുക്ക് വടക്ക് ദർശനമാണ് വീട് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 82 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. ഈ വീടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അടുത്തെന്തായാലും നമുക്ക് പുതിയൊരു വില്ല പ്രോജക്റ്റ് ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.